ഹലോ സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾക്ക് ഏവർക്കും വെയിറ്റ് ചെയ്തിരുന്ന ഒരു അനൗൺസ്മെൻറ്റ് വന്നിരിക്കുകയാണ് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന്. ആർ ബി നമുക്ക് JEE എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഇതാണ് ബെസ്റ്റ് ടൈം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തവർക്കൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും ഇനി ഇതുവരെയും പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്ക് അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി എന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിലൂടെ അറിയാൻ സാധിച്ചിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം ഒരു CBT1 ആൻഡ് CBT2 എന്ന ഒരു 2 ടയർ ലെവലിലാണ് നമുക്ക് JEE എക്സാംസ് RRB നടത്തുന്നത്. ഫസ്റ്റ് ടയറിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നോൺ ടെക്നിക്കൽ സബ്ജക്ട്സ് ലൈക്ക് ജനറൽ അവയർനെസ്, സയൻസ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഒക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സെക്കൻഡ് ടയറിലാണ് നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ എന്തായാലും നല്ല രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്കോറിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഏത് സോൺ ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനൊക്കെ നമ്മുടെ RRB JEE എക്സാമിന് റിലേറ്റ് ചെയ്ത് ദിശ അക്കാദമി നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. സോ എനിവേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പലർക്കും എന്നെ അറിയായിരിക്കും, എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാം. ഞാനിവിടെ സിവിൽ എഞ്ചിനീയറിംഗിലെ തന്നെ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്നുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും ചിലർക്കെങ്കിലും ഇഷ്ടപ്പെടാത്തതായിട്ടുണ്ടാവും. എനിവേ എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്രൂഷ്യൽ സബ്ജക്റ്റിലെ നമുക്ക് RRB JEE റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ ഇത് ഡെമോ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഇൻ ബിറ്റ്വീൻ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ RRB JEE പ്രീവിയസ് എക്സാമിനേഷൻസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത അടങ്ങിയ ഒരു ടോപ്പിക്ക് കൂടെയാണിത്. അപ്പോൾ നമുക്കറിയാം ഇനിയിപ്പോൾ ഒരുപാട് ലാഗ് ചെയ്യുന്നില്ല. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇനിയിപ്പം ടോപ്പിക്കിലേക്ക് പോവാം. RRB JEE എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് RRB JEE എക്സാമിന് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ നിന്ന് ഒരു 4 to 5 അല്ലെങ്കിൽ ഒരു 5 to 7 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ സബ്ജക്ട്സിനും ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം വളരെ പഠിക്കാൻ എളുപ്പമുള്ളതും ഒരുപാട് ചുറ്റി തിരിഞ്ഞ് അങ്ങനെ ചോദിക്കുന്ന ഒരു സബ്ജക്റ്റും അല്ലാത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങൾ ആ ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ എനിവേ ഞാനിനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പം എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് ബേസിക്കലി നമുക്ക് ഉള്ള 2 ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ ട്രീറ്റ്മെൻറ്റും അതോടൊപ്പം തന്നെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റുമാണ്. ഈ 2 വലിയ മൊഡ്യൂളുകളാണ് എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗിൽ നമ്മൾ ചുരുക്കി പറയുന്നത്. അതിൽ തന്നെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിൽ വരുന്ന ഏറ്റവും അവസാനത്തെ പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിസ്പോസലാണ്. ഓക്കെ, അപ്പോൾ വേസ്റ്റ് വാട്ടർ എന്താണ്? നമ്മുടെ വീടുകളിൽ നിന്നും കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൽ നിന്നും കളക്ട് ചെയ്യുന്ന വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്യൂർ ആയിട്ടുള്ള വെള്ളം അതാത് സ്ഥാനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് അതെന്താണെന്നുള്ളത് നമ്മുടെ ഇനി വരുന്ന എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സിൽ നമ്മൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. ആരും അതോർത്ത് ടെൻഷൻ ആവണ്ട. എനിവേ ഞാൻ ഇനി ഒരു ലൈവ് സെഷൻ ഒരു 1/2 an hour 40 minutes സെഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ പറയുന്നതേ ഉള്ളൂ. സോ എനിവേ വേസ്റ്റ് വാട്ടർ നമ്മൾ കളക്ട് ചെയ്തത് കുറേ അധികം ട്രീറ്റ്മെൻറ്റ്സിൽ കൂടെ പാസ് ചെയ്ത് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സ് കഴിഞ്ഞ് കുറേയധികം പ്രോസസ്സുകളെല്ലാം കഴിഞ്ഞിട്ട് ഒരുമാതിരി നമുക്കൊരു ഭേദപ്പെട്ട രീതിയിലേക്ക് വാട്ടറിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ വെള്ളം ഡിസ്പോസ് ചെയ്യണമല്ലോ. അതാണ് ലാസ്റ്റ് സ്റ്റേജ് ഓഫ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൻ്റെ എന്താണ്? ഡിസ്പോസൽ. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡിസ്പോസൽ ഓഫ് സീവേജ് എഫ്ലുവൻറ്റ്. സീവേജ് എന്നാണ് നമ്മൾ പറയുന്നത് വേസ്റ്റ് വാട്ടറിനെ നമ്മൾ പല വേർഡ്സ് യൂസ് ചെയ്യുന്നെങ്കിലും നമ്മൾ കുറച്ചും കൂടി കൂടുതലായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ് എന്ന് പറയുന്നത് സീവേജ് എഫ്ലുവൻറ്റ്. എഫ്ലുവൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ലിക്വിഡ് പോർഷൻസ് ആണ് കൂടുതലായിട്ട് വരിക. കാരണം സോളിഡ് പോർഷൻസ് എല്ലാം നമ്മൾ പ്രത്യേകം റിമൂവ് ചെയ്യുന്നുണ്ട്. ആ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി വരുന്ന ലിക്വിഡ് പോർഷൻസ് സീവേജ് ട്രീറ്റ്മെൻറ്റിൽ ബാക്കി വരുന്ന ലിക്വിഡ് പോർഷൻസിനെ എങ്ങനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാം എന്ന ഒരു സബ്ജക്റ്റാണ് ഞാൻ ഇന്ന് ഡെമോ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത്. സോ അതിനു വേണ്ടി നമ്മുടെ കയ്യിൽ കുറേ അധികം മെത്തേഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് നമ്മളൊരു കോമൺ മാൻ, ഒരു സിവിൽ എഞ്ചിനീയർ ആവണമെന്ന് തന്നെ ഇല്ല, ഒരു കോമൺ മാനിന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയായിരിക്കും കുറേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് താരതമ്യേന ഭേദപ്പെട്ട രീതിയിലുള്ള
അഴുക്ക് വെള്ളം, അഴുക്കെന്ന് പറയാൻ പറ്റില്ല, അഴുക്കെല്ലാം ഓൾമോസ്റ്റ് മാറിയിട്ട് ഒരു 90-95-98% ഒക്കെ പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞു മുന്നത്തെ പ്രോസസ്സിൽ. സോ ബാക്കി വരുന്ന വെള്ളം നമുക്ക് എന്തായാലും കുടിക്കാൻ എടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് നമുക്ക് അതിനകത്ത് ഉണ്ടെങ്കിൽ അത് നമ്മളെ ഹാർംഫുൾ ആയിട്ട് ബാധിക്കും അല്ലേ. സോ അതുകൊണ്ട് ഡിസ്പോസൽ ചെയ്യാനായിട്ട് കുറേയധികം മെത്തേഡ്സ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡ് ഡിസ്പോസൽ ബൈ ഡൈല്യൂഷൻ. നമ്മൾ കെമിസ്ട്രിയിലെ സയൻസിലെ 8th 9th 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സംഭവമാണ് ഡൈല്യൂട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഏതെങ്കിലും ഒരു ലിക്വിഡിനെ നമ്മൾ ഒന്നെങ്കിൽ വെള്ളം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലിക്വിഡ് ഒഴിച്ച് അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുക, അതാണ് ഡൈല്യൂഷൻ. യൂഷ്വലി നമ്മളിവിടെ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം സീവേജ് എഫ്ലുവൻ്റ് എത്രയുണ്ടോ അതിൻ്റെ എത്രയോ ടൈംസ് ഇരട്ടി വെള്ളം ഉപയോഗിച്ച് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും സീവേജ് എഫ്ലുവൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയുമല്ലോ. യെസ്, അതാണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ. സോ ഡിസ്പോസൽ ബൈ ഡൈല്യൂഷൻ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചുമ്മാ കുറേ വെള്ളം ടാങ്കിൽ നിന്ന് എടുത്തുള്ള വെള്ളം എടുത്ത് നമുക്ക് അതിനകത്തേക്ക് ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറൽ റിസോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. ഉദാഹരണത്തിന് റിവർ വാട്ടർ, ലേക്ക് വാട്ടർ ആൻഡ് സീ വാട്ടർ. റിവർ വാട്ടർ നമുക്കറിയാം അത്യാവശ്യം നല്ല വെലോസിറ്റിയിൽ പോയി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു നദികളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ സീവേജ് എഫ്ലുവൻറ്റ് ഡിസ്പോസ് ചെയ്യും. അല്ലെങ്കിൽ ലേക്കിന് റിവറിൻ്റെ അത്രയും ഫ്ലോ ഇല്ല, എന്നാലും നമ്മൾ പല ഘട്ടങ്ങളിലും ആവശ്യങ്ങൾ വരുമ്പോൾ മനുഷ്യൻ എന്താ ലേക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നു. ആൻഡ് ഫൈനലി സീ വാട്ടർ, കടലിലേക്കും നമ്മൾ ഒഴുക്കാറുണ്ട്. ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് ഡിസ്പോസൽ ഓൺ ലാൻഡ്. ഡിസ്പോസൽ ബൈ ഡൈല്യൂഷൻ നമുക്ക് ലേക്ക് ഉണ്ട്, റിവർ ഉണ്ട്, സീ ഉണ്ട്. ഇനി എന്ത് ചെയ്യും, നേരിട്ട് എന്താ നമ്മുടെ കരയിലേക്ക് അങ്ങ് ഒഴുക്കി വിടും. ജസ്റ്റ് ലൈക്ക് ഓർഗാനിക് ഫാമിങ്ങിനൊക്കെ വേണ്ടിയിട്ട്, അഗ്രികൾച്ചർ ലാൻഡ്സിലേക്കൊക്കെ വേണ്ടിയിട്ട് ഈ സീവേജ് ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് ബാക്കി വരുന്ന വെള്ളം ഉപയോഗിക്കാറുണ്ട്. സോ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നേരിട്ട് എന്താ സംഭവം എന്നൊന്ന് കണ്ടു നോക്കിയാലോ. ആദ്യത്തത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഡിസ്പോസൽ ബൈ ഡൈല്യൂഷൻ ഓഫ് സീവേജ് എഫ്ലുവൻറ്റ് ഇൻ റിവർ. വളരെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഈ ടോപ്പിക് എടുക്കാനുള്ള കാര്യം തന്നെ ഈ റിവർ ഉള്ളത് കൊണ്ടാണ്. ഈ റിവറിൻ്റെ പ്രത്യേകതകൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. ആ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് പഠിക്കാം. അത് നിങ്ങൾക്ക് RRB JEE എക്സാമിനേഷന് ഗുണം ആകും എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഓക്കെ, സോ എനിവേ അതിന് വേണ്ടിയിട്ട് എന്തിനാണ് കൂടുതൽ ആളുകളും അല്ലെങ്കിൽ കൂടുതൽ ഇൻഡസ്ട്രീസും അല്ലെങ്കിൽ കൂടുതൽ ഗവൺമെൻറ് ബോഡീസും ഡൈല്യൂഷൻ എന്ന ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് റിവറിനെ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ റിവറിനെ കൂടുതൽ നോമിനേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ്. ഓക്കെ, ഫസ്റ്റ് വൺ, റിവറിൻ്റെ പ്രത്യേകത സെഡിമെൻറ്റേഷൻ കൂടുതൽ നടക്കും. സെഡിമെൻറ്റേഷൻ എന്താണെന്ന് അറിയാമല്ലോ, അത്യാവശ്യം ഗ്രാവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് വെയിറ്റ് കൂടിയ സെഡിമെൻറ്റ് പാർട്ടിക്കിൾസ് എല്ലാം തന്നെ താഴെ, അതായത് റിവർ ബെഡിൽ ഡെപ്പോസിറ്റഡ് ആവുകയും ബാക്കി വരുന്ന ലിക്വിഡ് പാർട്ടിക്കിൾസ് എല്ലാം ലിക്വിഡ് തന്നെ റിവറിനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു പാർട്ടിക്കിൾ സെഗ്രിഗേഷൻ നടക്കുന്നതുണ്ട്. അപ്പോൾ സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത് റിവറിൻ്റെ ഒരു പ്രത്യേകതയാണ്. രണ്ടാമത്തത് ഫോട്ടോസിന്തസിസ്. എപ്പോഴും നമ്മൾ ഈ റിവേഴ്സ് ഒഴുകുന്ന ശ്രദ്ധിച്ചാൽ മതി. കൂടുതലും നല്ല സൺലൈറ്റിൻ്റെ എക്സ്പോഷർ ഉള്ള സ്ഥലങ്ങളിൽ കൂടെയാണ് ഈ റിവർ പോകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കാം, ഈ ഫോട്ടോസിന്തസിസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ റിവറിലുള്ള അക്വാട്ടിക് ലൈഫ് ഫോംസ്, പ്ലാന്റ് ഫോംസ് ഈ സൺലൈറ്റ് ഉപയോഗിച്ച് നമുക്കറിയാം ഫോട്ടോസിന്തസിസ് എന്ന ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് റിസൾട്ടൻറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓക്സിജൻ ആണ് അല്ലേ. എല്ലാ ഫോട്ടോസിന്തസിസിൻ്റെയും റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഓക്സിജനും ഗ്ലൂക്കോസും ആണ്. ആ ഓക്സിജൻ നമ്മുടെ നമ്മുടെ ലിക്വിഡ് അല്ലെങ്കിൽ റിവർ വാട്ടറിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് ഈ റിവർ വാട്ടറിലെ സീവേജ് എഫ്ലുവൻറ്റിനെ കുറേയധികം പ്യൂരിഫൈ ചെയ്യും. ഓക്സിഡേഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോസിന്തസിസിൽ നിന്നും നമുക്ക് ഓക്സിജൻ കിട്ടുന്നു. ആ ഓക്സിജൻ വെച്ച് നമ്മുടെ റിവർ വാട്ടർ ക്ലെൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തത് ഡൈല്യൂഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ചെറിയ കോൺസെൻട്രേഷൻ ഉള്ള ഒരു സാധനത്തിനെ കുറേയധികം വാട്ടർ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുമ്പോൾ ആ കോൺസെൻട്രേഷൻ ഓഫ് സീവേജ് എഫ്ലുവൻറ്റ്
നല്ല രീതിയിൽ, അതായത് റിമാർക്കബ്ലി വെൽ എന്നുള്ള രീതിയിൽ കുറയുന്നതായിരിക്കും. സോ അടുത്തത് ഡിസ്പേർഷനും നമുക്കറിയാം സ്കാറ്റർ ചെയ്തു പോകും. പാർട്ടിക്കിൾസ് ഇങ്ങനെ അടുങ്ങി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വെള്ളം അല്ലെങ്കിൽ നല്ല ഫോഴ്സ് ആയിട്ടുള്ള വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ, ഈ പാർട്ടിക്കിൾസ് എല്ലാം അടങ്ങിക്കൂടിയിരിക്കുന്ന പാർട്ടിക്കിൾസ് എല്ലാം തന്നെ സ്കാറ്റർ ചെയ്ത് അത് അതിൻ്റെ പാട്ടിനങ്ങ് പോകും. അപ്പം അത് ഒരു ആക്ടിവിറ്റിയാണ് അല്ലെങ്കിൽ ഒരു മെക്കാനിസമാണ് ഈ ഡൈല്യൂഷൻ ഇൻ റിവറിൽ നടക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഓക്സിഡേഷൻ ബൈ എയറോബിക് ബാക്ടീരിയ. ഇപ്പോൾ റിവർ വാട്ടറിൽ അടങ്ങിയിട്ടുള്ള എയറോബിക് ബാക്ടീരിയ എന്താണെന്ന് അറിയാം? ഓക്സിജന്റെ പ്രസൻസിൽ ജീവിക്കുന്ന ബാക്ടീരിയാസ് ആണ് എയറോബിക് ബാക്ടീരിയ. അതെന്ത് ചെയ്യും? ഈ റിവർ വാട്ടറിൽ പല സീവേജ് എഫ്ലുവൻസിനെയും ഓക്സിഡൈസ് ചെയ്യുന്നു. അതേപോലെ തന്നെ അവിടെ അനേറോബിക് ബാക്ടീരിയ ഉണ്ട്, അതായത് ആബ്സെൻസ് ഓഫ് ഓക്സിജനിൽ ജീവിക്കുന്ന ബാക്ടീരിയകളാണ് എന്ത്? അനേറോബിക് ബാക്ടീരിയ. അപ്പോൾ അനേറോബിക് ബാക്ടീരിയയും റിവർ വാട്ടറിലുണ്ട്. അതോടൊപ്പം എന്ത് സംഭവിക്കുക? അവിടെ റിഡക്ഷൻ ആണ് നടക്കുന്നത്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ ആഡ് ചെയ്യാൻ അയറോബിക് ബാക്ടീരിയ ഉണ്ട്, ഓക്സിജൻ റിമൂവ് ചെയ്യാനായിട്ട് അനേറോബിക് ബാക്ടീരിയ ഉണ്ട്. ഈ റിഡോക്സ് പ്രോസസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ റിവർ വാട്ടറിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ സീവേജ് എഫ്ലുവൻറ്റിൻ്റെ ഡൈല്യൂഷൻ അല്ലെങ്കിൽ ഡിസ്പേർഷൻ അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നതിന് റിവർ വാട്ടറിലേക്ക് ഒഴുക്കുമ്പോൾ നമുക്ക് അത് വിസിബിൾ ആവും. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട റിസൾട്ട് അവിടെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ടേബിൾ ഉൾപ്പെടുത്തിയത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഉപകാരപ്പെട്ടേക്കാം. ബിക്കോസ് നമുക്കറിയാം RRB JEE എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് കീപ്പ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ ചിലപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസിനെ കൊണ്ടുവരാം. അതായത് പഴയതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ അന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാം. അപ്പോൾ അവർ വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നിടത്തോളം കോമ്പറ്റീഷൻ അത്രത്തോളം സ്റ്റിഫ് ആവുകയാണ്. അപ്പോൾ ഇത് ഞാൻ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈല്യൂഷൻ ഫാക്ടറാണ്. ഡൈല്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആഡഡ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഓഫ് സീവേജ് എഫ്ലുവൻറ്റ്. അതായത് എത്രത്തോളം വെള്ളം നമ്മൾ ആഡ് ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം വെള്ളം അവിടെ പ്രസന്റ് ആണ് ഡിവൈഡഡ് ബൈ എത്രത്തോളം സീവേജ് എഫ്ലുവൻറ്റ് അവിടെ ഉണ്ട്. സോ ക്വാണ്ടിറ്റി ഓഫ്, തിരിഞ്ഞു പോരുത്, ക്വാണ്ടിറ്റി ഓഫ് റിവർ. നമ്മൾ റിവറിനെ പറ്റി പറയുന്നതുകൊണ്ട് നമുക്ക് എടുക്കാം. ക്വാണ്ടിറ്റി ഓഫ് റിവർ വാട്ടർ യൂസ്ഡ് ഫോർ ഡൈല്യൂഷൻ ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഓഫ് സീവേജ് എഫ്ലുവൻറ്റ്. ആ കിട്ടണ വാല്യൂ ആണ് ഈ ഡൈല്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഡൈല്യൂഷൻ ഫാക്ടർ സപ്പോസ് നിങ്ങൾക്ക് കിട്ടുന്ന, അതായത് റിവറിൻ്റെ ക്വാണ്ടിറ്റി ഇത്രയാണ്, സീവേജ് എഫ്ലുവൻറ്റ് ക്വാണ്ടിറ്റി ഇത്രയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടി ഡിവിഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 500 അതിന് എബോവ് ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു ട്രീറ്റ്മെൻറ്റും ഇനി ആ വെള്ളത്തിൽ വേണ്ട. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ വാട്ടർ അല്ലെങ്കിൽ ആ എഫ്ലുവൻറ്റ് നമുക്ക് റിവറിലേക്ക് അങ്ങ് ഡിസ്പോസ് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ കുറച്ച് സീവേജ് എഫ്ലുവൻറ്റ് ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് സീവേജ് എഫ്ലുവൻറ്റ് കറക്റ്റ്ലി ഡിസ്പോസ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ റിവർ വാട്ടറിൻ്റെ ആ പർട്ടിക്കുലർ സ്ട്രെങ്ത്തിലുള്ള പർട്ടിക്കുലർ സ്ട്രെച്ചിലുള്ള ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിന് സാധിക്കുമോ എന്നാണ് നമ്മൾ പരീക്ഷിക്കുന്നത്. ആ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ആ സീവേജ് എഫ്ലുവൻറ്റ് ധൈര്യമായിട്ട് റിവർ വാട്ടറിലേക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാണ്ട് നമുക്ക് ചുമ്മാ എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്തിനാ ജസ്റ്റ് അങ്ങോട്ട് വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ടാൽ പോരെ, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വേണോ? ആ വന്ന വെള്ളം കാണാൻ കുഴപ്പമൊന്നും ഇല്ല, അപ്പം നമുക്ക് നേരിട്ട് റിവർ വാട്ടറിലേക്ക് ഇടാം എന്ന് വിചാരിച്ചാൽ അങ്ങനെ പാടില്ല. നമ്മൾ ഈ ഡൈല്യൂഷൻ ഫാക്ടറിനെ ബേസ് ചെയ്ത് മാത്രമേ നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം 500-ൽ കൂടുതലാണ് നിങ്ങളുടെ ഡൈല്യൂഷൻ ഫാക്ടർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ സീവേജ് എഫ്ലുവൻറ്റിനെ യാതൊരു ട്രീറ്റ്മെൻറ്റും വേണ്ട. നിങ്ങൾക്ക് സെഡിമെൻറ്റേഷൻ ചെയ്യേണ്ട, കൊയാഗുലേഷൻ ചെയ്യേണ്ട, ഓസോൺ ട്രീറ്റ്മെൻറ്റ്, ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാണ്ട് ധൈര്യമായിട്ട് എന്താ നമുക്ക് ആ റിവർ വാട്ടറിൻ്റെ ആ പർട്ടിക്കുലർ സ്ട്രെച്ചിലേക്ക് കൊടുക്കാം. കാരണം അവിടെ അത്യാവശ്യത്തിന് ക്വാണ്ടിറ്റി ഓഫ് റിവർ വാട്ടർ ഉണ്ട്. അതുപോലെ തന്നെ സീവേജ് എഫ്ലുവൻറ്റിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്, അല്ലെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. ഇനി സപ്പോസ് 300-നും 500-നും ഇടയ്ക്കാണ് ഡൈല്യൂഷൻ ഫാക്ടർ വരുന്നതെന്നുണ്ടെങ്കിൽ
നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെൻറ്റ്സ് എന്താ? പ്രിലിമിനറി, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ട്രീറ്റ്മെൻറ്റ് ഓഫ് വേസ്റ്റ് വാട്ടർ നമുക്ക് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു RRB JEE എന്ന എക്സാമിനെ ബേസ് ചെയ്ത് ദിശ അക്കാദമി നടത്തുന്ന ഈ ഒരു എക്സ്റ്റെൻസീവ് ഓഫറൊക്കെയുള്ള ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാം പ്രിലിമിനറി, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്നല്ല, നിങ്ങൾക്ക് എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗിലും വരാൻ സാധ്യതയുള്ള ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഷുവർ അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് സാധിക്കും ഈ ഒരു ക്ലാസ്സസിലൂടെ എന്ന് ഞാൻ ഉറപ്പ് വരികയാണ്. അപ്പം അത് നമുക്ക് പിന്നീട് വരുന്ന ക്ലാസ്സസിൽ പഠിക്കാം. എനിവേ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് വേണം എപ്പോൾ? ഡൈലൂഷൻ ഫാക്ടർ 300-ഉം 500-ഉം ഇടയ്ക്കാകുമ്പോൾ. ഇപ്പോൾ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ബേസിക്കലി പറയുകയാണെങ്കിൽ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ തുടങ്ങിയ പ്രോസസ്സുകളെല്ലാം വേണ്ടി വരുന്നതാണ്. ഇനി ബിറ്റ്വീൻ 150 ആൻഡ് 300 ആണ് നമ്മുടെ ഡൈലൂഷൻ ഫാക്ടർ. പിന്നെയും കുറഞ്ഞു വരികയാണ്. അതായത് അതിൻ്റെ അർത്ഥം എന്താ? ക്വാണ്ടിറ്റി ഓഫ് റിവർ വാട്ടർ കുറയുകയും ക്വാണ്ടിറ്റി ഓഫ് സീവേജ് എഫ്ലുവൻ്റ് കൂടുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ ആരൊക്കെ വേണം? സെഡിമെൻറ്റേഷൻ മാത്രം പോരാ, സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ. ഇതെല്ലാം ഞാൻ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയും. സോ ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോൾ സെഡിമെൻറ്റേഷൻ, സ്ക്രീനിങ്, കൊയാഗുലേഷൻ തുടങ്ങിയ എല്ലാവിധ പ്രോസസ്സുകളും ചെയ്യേണ്ടതാണ് when the dilution factor is between 150 and 300. And the last thing, അതായത് നമ്മുടെ ഡൈലൂഷൻ ഫാക്ടർ ലെസ് ദാൻ 150 ആണെന്നുണ്ടെങ്കിൽ, ഏറ്റവും കുറവാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നുമോനെ അവിടെ ഫുൾ ട്രീറ്റ്മെൻറ്റും ചെയ്തേ മതിയാവുകയുള്ളൂ. അതായത് നമുക്ക് ആ ക്വാണ്ടിറ്റി ഓഫ് സീവേജ് കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്. അതുപോലെ നമുക്ക് അതിനെ ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, റിവർ വാട്ടർ സഫിഷ്യൻ്റ് അല്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം ഹൈലി പൊല്യൂട്ടഡ് ആണെന്ന് തന്നെയാണ് അർത്ഥം. അപ്പം അങ്ങനെയുള്ള വെള്ളം ഒരിക്കലും നമുക്ക് എന്താ ഒരു നദീതടങ്ങളിലേക്ക് അല്ലെങ്കിൽ ലേക്സിലേക്ക് ഒന്നും തന്നെ നേരിട്ട് ഒഴുക്കി വിടാൻ സാധിക്കില്ല. അതിന് മുന്നേ ചെയ്യേണ്ട കുറേയധികം ട്രീറ്റ്മെൻറ്റ്സുകളുണ്ട്. അതെല്ലാം എന്താ പ്രിലിമിനറി, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അങ്ങനെ എല്ലാ ട്രീറ്റ്മെൻറ്റ്സും കഴിഞ്ഞ് പാത്തജൻസിനെയും ഡിസോൾവ് ആയിട്ടുള്ളതിനെയും പിന്നെ സസ്പെൻഡഡ് ആയിട്ടുള്ള അങ്ങനെ കൊളോയിഡൽ ആയിട്ടുള്ള എല്ലാ ഇംപ്യൂരിറ്റീസിനെയും റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് അത്തരം സീവേജ് എഫ്ലുവൻറ്റിനെ റിവറിലേക്ക് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് ഈ ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇത്തരം ചോദ്യങ്ങൾ. ഓക്കെ, ഓക്കെ. അടുത്തൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. ഞാൻ ഈ പറയുന്ന ടോപ്പിക്ക് ഞാൻ എടുത്ത് തന്നെ ഇത്തരം ചോദ്യങ്ങൾ നല്ല രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. ഈ പറയുമ്പോൾ ഒരു ചെറിയ ടോപ്പിക്കാണ്, പക്ഷേ ഇതിൽ കുറേ അധികം ഒരു ഹിഡൻ പോയിന്റ്സ് അല്ലെങ്കിൽ ഹിഡൻ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട് എന്നുള്ളതാണ്. ഇനി സോൺ ഓഫ് പൊല്യൂഷൻ ഇൻ റിവർ സ്ട്രീം. നമ്മൾ വെള്ളം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ റിവറിലേക്ക് ഒഴുക്കി വിടുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക, വിസിബിളായിട്ട് കാണാൻ സാധിക്കുക, അതുപോലെ കെമിക്കലി അവിടെ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള ഒരു പോർഷനാണ്. ഓക്കെ, അത് RRB JEE മാത്രമല്ല SSC JEE പിന്നെ നമ്മുടെ കേരള PSC AE ലെവൽ, ഓവർസിയർ ലെവൽ എക്സാംസിനൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ഇനി ഞാൻ എൻ്റെ ഒരു ഫിഗർ വരയ്ക്കാം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, കാണാമെന്ന് വിചാരിക്കുന്നു. തൽക്കാലം ചുമന്ന റിവറാട്ടോ, ഇതിൻ്റെ റിവറാണ്. ചുമപ്പ് പിടിച്ച് കിടക്കുവാണ്. നിങ്ങൾക്ക് ഇനി ബ്ലൂ ആക്കണം എന്നുണ്ടെങ്കിൽ ആക്കാം. ഇനി ബ്ലൂ ആയില്ല എന്നുള്ള പരാതി വേണ്ടല്ലോ. ശരി, ഇതെൻ്റെ റിവർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പം എൻ്റെ ഗംഗാ നദി അല്ലെങ്കിൽ യമുന നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്താ വിചാരിക്കുക, ഓക്കെ, നമ്മുടെ റിവർ അത്യാവശ്യം നല്ല ഫ്ലോയിൽ നല്ല അടിപൊളിയായിട്ട് ഒഴുകുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു പോയിന്റിൽ ഞാൻ എൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തിട്ടുള്ള, അത്യാവശ്യം കുഴപ്പമില്ല, ഡൈലൂഷൻ ഫാക്ടർ എല്ലാം നമ്മൾ നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് എന്നാൽ ഡിസ്പോസ് ചെയ്യാം എന്ന ഒരു രീതിയിലേക്ക്
നമ്മുടെ വെള്ളം സീവേജ് എഫ്ലുവൻറ്റ് ഞാൻ ഈ പോയിന്റിലേക്ക് ഒഴുക്കി ഡിസ്പോസ് ചെയ്യണം. പോയോ? ഓക്കെ, ഞാൻ ഈ ഒരു പോയിന്റിലേക്ക് ഒഴുക്കി വിട്ടു. അപ്പം ഈ പോയിന്റിലേക്ക് ഒഴുക്കി വിട്ടപ്പോൾ എന്താ സംഭവിച്ചത്? കുറച്ച് മാറി, ഉടനെ ഒന്നും അതിൻ്റെ റിസൾട്ട് അറിയില്ല. ഈ സീവേജ് ഇഫ്ലുവൻറ്റ് ഈ റിവർ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഉദാഹരണത്തിന് ഞാൻ ഈ ഡിസ്റ്റൻസിലേക്ക് മിക്സ് ചെയ്ത് ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചെന്ന് വെച്ചാൽ എന്താ, വെള്ളത്തിൻ്റെ കളറ് ഒരുമാതിരി വല്ലാണ്ട് ഡാർക്ക് ആവാൻ തുടങ്ങി. നല്ല ഡാർക്ക് അല്ല, ഡാർക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ ക്ലിയർ ആയിക്കൊണ്ടിരുന്ന ഈ ഒരു ഭാഗം വരെ ക്ലിയർ ആയിക്കൊണ്ടിരുന്ന നമ്മുടെ റിവറിൻ്റെ വാട്ടർ ഈ സീവേജ് എഫ്ലുവൻറ്റ് കലർത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ടർബിഡ് ആവാൻ, ടർബിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലങ്ങാൻ തുടങ്ങി. വെള്ളം കലങ്ങിയ രൂപത്തിൽ കാണപ്പെടാൻ തുടങ്ങി, കളറ് ഡാർക്ക് ആവാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അത് നമുക്ക് നമ്മുടെ സെൻസ് ഓർഗൻസ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ കുറച്ച് ചേഞ്ചസ് ആണ്. പക്ഷേ അതോടൊപ്പം തന്നെ വേറെ കുറേ കെമിക്കൽ ചേഞ്ചസ് കൂടെ അവിടെ സംഭവിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം എനിവേ ഞാൻ ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോൺ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർഷനിൽ നിന്നും ഞാനിപ്പോൾ സോൺ എ ഇതുവരെ എടുക്കുകയാണ്, വരത്തില്ലേ? സോൺ എ ഈ പോർഷൻ, അതായത് കളറ് മാറാൻ തുടങ്ങി, ടർബിഡ് ആവാൻ തുടങ്ങി. ഇവിടുന്ന് ഇത്രയും പോർഷനിൽ എന്താ സംഭവിക്കുന്നത്? അവിടെയാണ് ഈ ടർബിഡ് ആവാൻ തുടങ്ങി, കളറ് മാറാൻ തുടങ്ങി. അതുപോലെ കെമിക്കലി എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്കറിയാം എല്ലാ വാട്ടർ ബോഡീസിലും അതിലൊരു ഓക്സിജൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ടാവും. ആ ഓക്സിജൻ കണ്ടന്റ് വെച്ചാണ് അവിടുത്തെ അക്വാട്ടിക് ലൈഫ് ഫോംസ്, ഫിഷസ് ആയിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, അതുപോലെ എന്തെങ്കിലും ഫേൺസ്, അങ്ങനെ പായലും എന്തും ആയിക്കോട്ടെ. ഇപ്പോൾ ലിവിങ് ഓർഗാനിസംസ് ഈ റിവർ ബോഡീസിലോ ലേക്സിലോ അല്ലെങ്കിൽ ഏതൊരു വാട്ടർ ബോഡിയിൽ ജീവിക്കുന്ന ഈ ലിവിങ് ഓർഗാനിസംസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഓക്സിജന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൽ ആ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടന്റ് തന്നെയാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു സ്ട്രെച്ചിൽ വന്നപ്പോൾ ഈ സീവേജ് എഫ്ലുവൻറ്റിൻ്റെ പ്രസൻസ് കാരണം അവിടുത്തെ ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടന്റ് നേരത്തെ എത്രയായിരുന്നോ അതിൽ നിന്നും 40% എന്ന ആ ഒരു കണ്ടന്റിലേക്ക് നമ്മുടെ ഡിസോൾവ്ഡ് ഓക്സിജൻ കൂത്തിയിരിക്കുകയാണ്. അതായത് നേരത്തെ 100% ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഡിയോ സാച്ചുറേഷൻ എന്ന് പറയും. സാച്ചുറേഷൻ ലിമിറ്റ് ഉണ്ട് എല്ലാ ഡിസോൾവ്ഡ് ഓക്സിജൻ എല്ലാ ലിക്വിഡ് അല്ലെങ്കിൽ വാട്ടർ ബോഡീസിലും ഒരു ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടന്റ് ഉണ്ട്. അത് ഡിയോ സാച്ചുറേഷൻ എന്ന് പറയും. ആ സാച്ചുറേഷൻ ലിമിറ്റിൻ്റെ ജസ്റ്റ് 40% എന്ന ഒരു നിലയിലേക്ക് സോൺ എയിലെ ഡിസോൾവ്ഡ് ഓക്സിജൻ വളരെയധികം കുറഞ്ഞു. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. നേരത്തെ ക്ലിയർ വാട്ടർ ആയിരുന്നു. ഓക്കെ, സോൺ എ ഇവർ ഈ ഒരു രീതിയിലാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഓക്കെ ഇപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്തോളൂ. അവർ ഇതിനകത്ത് വരച്ചിരിക്കുന്നതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ഇത് ക്ലിയർ, സോൺ എ, സോൺ ബി. ശരി, അപ്പം ഞാൻ ഇവിടെ പതിവ് പോലെ വേസ്റ്റ് ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഇത്രയും ക്ലിയർ ആയിരുന്നു. ഒരു പർട്ടിക്കുലർ സ്ട്രെച്ച് കഴിഞ്ഞപ്പം സോൺ ബി എന്നാണ് ഇവർ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ ഈ ഗ്രാഫിനനുസരിച്ച് തന്നെ ഒന്നും കൂടെ ഫിഗർ റീറൈറ്റ് ചെയ്തേ ഉള്ളൂ. ഇനി ഞാൻ വരച്ചതും ഇത് കണ്ടതുമായിട്ട് നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ വരണ്ട. അപ്പോൾ സോൺ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ സ്ട്രെച്ച് കഴിഞ്ഞപ്പോൾ കളറ് മാറി, ടർബിഡായി, സാച്ചുറേഷൻ ലിമിറ്റിൽ നിന്നും ഡിസോൾവ്ഡ് ഓക്സിജന്റെ കണ്ടന്റ് ജസ്റ്റ് 40% എന്നുള്ള നിലയ്ക്ക് കുറഞ്ഞിരിക്കുകയാണ്. അപ്പം അങ്ങനെ കുറഞ്ഞപ്പോൾ ഓക്സിജന്റെ ലെവൽ കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഒരുമാതിരിപ്പെട്ട ലിവിങ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ലൈഫ് ഫോംസ് കുറയുകയാണ്, അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കം ചില വെറൈറ്റി ഓഫ് ഫിഷസ് മാത്രമേ അവിടെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എവിടെ? ഈ ഒരു ഗ്രാഫ് പ്രകാരം സോൺ ബിയിൽ. ഓക്കെ, അതിൻ്റെ പേരെന്ന് പറയുന്നത് സോൺ ഓഫ് ഡീഗ്രഡേഷൻ. സോൺ ഓഫ് ഡീഗ്രഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാട്ടറിൻ്റെ ക്വാളിറ്റി ഡീഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സോൺ ഓഫ് ഡീഗ്രഡേഷൻ. അപ്പോൾ നേരത്തെ ഫുള്ളി ഉണ്ടായിരുന്ന ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ത് ചെയ്തു? ഒരു 40%ലേക്ക്
കൂപ്പുകുത്തിയിരിക്കുകയാണ്. സോൺ ഓഫ് ഡിഗ്രഡേഷൻ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ സോൺ ഓഫ് ഡിഗ്രഡേഷൻ ഏകദേശം തീരാറായപ്പോൾ എന്ത് സംഭവിച്ചു? ഡിസോൾവ്ഡ് ഓക്സിജൻ നമുക്ക് കാണാം ഏറ്റവും കുറഞ്ഞ രീതിയിലേക്ക് മാറി, അല്ലെങ്കിൽ സീറോയിൽ നിന്നും കുറഞ്ഞ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അടുത്ത സ്ലൈഡ് കാണുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവുന്നതാണ്. ഓക്കെ, സോൺ ബി നമുക്ക് പറയാം. സോൺ ഓഫ് ഡിഗ്രഡേഷൻ എന്താ ഞാൻ പറഞ്ഞത്? അത് നേരെ എപ്പോഴാണ്? വെൻ ഡിസ്ചാർജ് കണ്ടൻസ് ഇൻ ടു ദ സ്ട്രീമിലേക്ക് നമ്മൾ ഈ ഡിസ്ചാർജ് ചെയ്ത കണ്ടൻസ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഈ സോൺ ഓഫ് ഡിഗ്രഡേഷൻ വരുന്നത്. വാട്ടർ ബിക്കമിങ് ഡാർക്ക് ആൻഡ് ടർബിഡ് ആൻഡ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഗെറ്റ്സ് റെഡ്യൂസ്ഡ് ടു 40%. അപ്പം ഇത്രയും കാര്യങ്ങൾ മതി. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് സോണിലാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ 40% കുറയുന്നത്? അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം സോൺ ഓഫ് ഡിഗ്രഡേഷൻ. ഇനി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില അക്വാട്ടിക് ലൈഫ് ഫോംസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഫിഷസ് കുറച്ച് വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഓൾമോസ്റ്റ് ഒരു 80-85% അക്വാട്ടിക് ലൈഫ് ഫോംസ് അവിടെ ആബ്സെൻ്റ് ആയിരിക്കും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ സോൺ ഓഫ് ആക്റ്റീവ് ഡീകമ്പോസിഷൻ. അപ്പോൾ സോൺ ഓഫ് ആക്റ്റീവ് ഡീകമ്പോസിഷൻ പേര് സൂചിപ്പിക്കുന്ന പോലെ ഈ സോണിലാണ് എവിടെ മാക്സിമം ഡീകമ്പോസിഷൻ നടക്കുന്നത്. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, കോംപ്ലക്സ് ഓർഗാനിക് മാറ്റേഴ്സിനെ നമ്മുടെ മൈക്രോബ്സ് സിംപിൾ ഓർഗാനിക് മാറ്റേഴ്സ് ആക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. സോ സോൺ ബി കഴിഞ്ഞിട്ട് അടുത്ത ലെവലിലേക്ക് അല്ലെങ്കിൽ അടുത്ത സ്ട്രെച്ച് ഓഫ് റിവർ എന്ന് പറയുന്നത് നമ്മുടെ സോൺ സി ആണ്, സോൺ ഓഫ് ആക്റ്റീവ് ഡീകമ്പോസിഷൻ. അവിടെ കാര്യമായുള്ള രീതിയിൽ ഈ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവിടെ അഴുകാനായിട്ട് അല്ലേ, ഡീകമ്പോസ് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടുത്തെ ഓർഗാനിക് മാറ്റേഴ്സ് അഴുകി തുടങ്ങുന്നത് ഈ സോൺ സിയിലാണ്. സോൺ സിയിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിസോൾവ്ഡ് ഓക്സിജൻ എൻറ്റയർലി സീറോ ആവും. ഓക്കെ, ഡിസോൾവ്ഡ് ഓക്സിജൻ സീറോ ആവും. നോക്കിയാൽ മതി. ഇറ്റ് ഇസ് മാർക്ക്ഡ് ബൈ ഹെവി പൊല്യൂഷൻ, ആബ്സെൻസ് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ. ഡിസോൾവ്ഡ് ഓക്സിജൻ ഇല്ല. ഓക്കെ, അവിടെ എല്ലാ ഓക്സിജനും ഈ ഡീകമ്പോസിഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെട്ടത് കൊണ്ട് ഈ ആക്റ്റീവ് ഡീകമ്പോസിഷൻ സ്റ്റേജിൽ നല്ല ബ്ലാക്ക് ആൻഡ് ഹൈലി ടർബിഡ് ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും. എന്നുവെച്ചാൽ നല്ല നേരത്തെ ജസ്റ്റ് ഡാർക്ക് ആണെങ്കിൽ ഇത് സോൺ ഓഫ് ആക്റ്റീവ് ഡീകമ്പോസിഷനിൽ എക്സ്ട്രീംലി ഡാർക്ക് ആൻഡ് ടർബിഡ് ആയിരിക്കും. നല്ലോണം കലങ്ങിയ വെള്ളമായിരിക്കും. ഈ ഭാഗത്തെ വെള്ളത്തിൽ ഒരു രീതിയിലുള്ള ലൈഫ് ഫോംസും കാണത്തില്ല. ജസ്റ്റ് നോട്ട് ചെയ്യുക, ഫിഷസും കാണത്തില്ല, ഒരു രീതിയിലുള്ള അക്വാട്ടിക് ലൈഫ് ഫോംസും ഈ സോൺ ഓഫ് ആക്റ്റീവ് ഡീകമ്പോസിഷനിൽ കാണത്തില്ല. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. ഏത് സോണിലാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ സീറോ ആവുന്നത്, അല്ലെങ്കിൽ ഏത് സോണിലാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ സീറോ ആയതുകൊണ്ട് ഈ പറയുന്ന ലൈഫ് ഫോംസ് ഒന്നും തന്നെ കാണാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ലൈഫ് ഫോംസ് ആബ്സെൻ്റ് ആയിട്ടുള്ള സോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോൺ ഓഫ് ആക്റ്റീവ് ഡീകമ്പോസിഷൻ ആണ്. അതുപോലെ തന്നെ വാട്ടർ ബിക്കംസ് ഗ്രേയിഷ് ആൻഡ് ഡാർക്കർ. അതുപോലെ മീഥേനും ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയ കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയ ഗ്യാസസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അവിടെ ഓക്സിജൻ്റെ പ്രസൻസ് ഉണ്ടാവില്ല. അതുപോലെ ഫിഷസ് ഉണ്ടാവില്ല, ഫംഗൈ, ഒരു രീതിയിലുള്ള ലൈഫ് ഫോംസ് ഉണ്ടാവില്ല. ആൻഡ് ഓൾസോ ഈ സോൺ ഓഫ് ആക്റ്റീവ് ഡികമ്പോസിഷൻ്റെ തുടക്ക സമയത്ത് എന്തായി? ഡിസോൾവ്ഡ് ഓക്സിജൻ സീറോ ആയി കഴിഞ്ഞപ്പോൾ സോൺ ഓഫ് ആക്റ്റീവ് ഡികമ്പോസിഷൻ എന്ന ആ ഒരു സോൺ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെച്ച് ഓഫ് റിവർ തീരാറാവുന്ന സമയത്ത് എന്താണ്, നമ്മൾ ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് കാണാം. ഓക്കെ, അപ്പോൾ എന്താണ്, ഡികമ്പോസിഷൻ എല്ലാം പൂർത്തിയായി തിരിച്ച് ഓക്സിജൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാകുന്നത് ബൈ ദ എൻഡ് ഓഫ് സോൺ ഓഫ് ആക്റ്റീവ് ഡികമ്പോസിഷൻ നമുക്ക് സാധിക്കും, കെമിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് സോൺ എന്ന് പറയുന്നത് എന്താ? സോൺ ഓഫ് റിക്കവറി. ഓക്കെ, അപ്പോൾ സോൺ ഓഫ് ആക്റ്റീവ് ഡികമ്പോസിഷൻ്റെ എല്ലാവിധ മാർഗമായിട്ടുള്ള കോംപ്ലക്സ് സ്ട്രക്ചേഴ്സിനെയും സിംപ്ലർ ആക്കിയിട്ടുള്ള സ്ഥിതിക്ക് ഇനി ലാസ്റ്റ് സോൺ എന്ന് പറയുന്നതാണ് സോൺ ഓഫ് റിക്കവറി. ലാസ്റ്റ് സോൺ അല്ല, സെക്കൻഡ് ലാസ്റ്റ് സോൺ ആണ് എന്ത്? സോൺ ഓഫ് റിക്കവറി എന്ന് പറയുന്നത്. സോൺ ഓഫ് റിക്കവറിയിൽ എന്താ, നമ്മുടെ വെള്ളം ഒരുപാട് കഷ്ടപ്പെട്ട് അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആ ഒരു പോസിറ്റീവ് ലൈറ്റിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റേജാണ് റിക്കവറി. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എന്താ സംഭവിക്കുക, നമ്മുടെ ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ ലെവല് പിന്നെയും 40%-ലേക്ക് കൂടുകയാണ്. അതോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ കളറ്
പിന്നെയും ടർബിഡിൽ നിന്നും ഡാർക്കിൽ നിന്നും ലൈറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കലക്കവെള്ളം എന്നുള്ള രീതിയിൽ നിന്നും കുറഞ്ഞ് നോർമൽ വാട്ടറിലേക്ക് എന്നുള്ള രീതിയിലേക്ക് ആ ഒരു ട്രാൻസിഷൻ നടക്കുകയാണ്. ആൻഡ് ഓൾസോ ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടന്റ് റൈസസ് എബോവ് 40%. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിരിച്ച് 40%ലേക്ക് കരകയറുന്ന ഡിസോൾവ്ഡ് ഓക്സിജൻ ഏത് സോണിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം, സോൺ ഓഫ് റിക്കവറി. ഇനി അവിടെ എന്ത് സംഭവിക്കുക? പഴയ ലൈഫ് ഫോംസ് ഒക്കെ തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഫിഷസിനെയൊക്കെ തിരിച്ച് കാണാം. അപ്പം അങ്ങനത്തെ കുറേ നല്ല നല്ല മാറ്റങ്ങളൊക്കെ ഈ സോൺ ഓഫ് റിക്കവറിയിൽ നിങ്ങൾക്ക് വിസിബിൾ ആവും. വാട്ടർ ബിക്കംസ് ക്ലിയർ, ആൽഗെ, ഫംഗെ തുടങ്ങിയവയൊക്കെ റീഅപ്പിയർ ആകാൻ തുടങ്ങി. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് സോൺ ഇൻ റിവർ എന്ന് പറയുന്നത് സോൺ ഓഫ് ക്ലിയർ വാട്ടർ. ക്ലിയർ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നേരത്തെ റിവർ എങ്ങനെയായിരുന്നു, അതായത് സീവേജ് എഫ്ലുവൻറ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതിന് മുന്നേ റിവറിൻ്റെ അവസ്ഥ എന്തായിരുന്നോ ആ ഒരു സ്ഥിതിയിലേക്ക്, പൂർവ്വസ്ഥിതിയിലേക്ക് നമ്മുടെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അല്ലേ, അങ്ങനെയാണ് നമ്മുടെ റിവർ തിരിച്ചെത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് അവിടുത്തെ ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടന്റ് എന്താവും? തിരിച്ചതിൻ്റെ സാച്ചുറേഷൻ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. 40% അല്ല, 40% നമുക്ക് ഓൾറെഡി എവിടെയാണ് സോൺ ഓഫ് റിക്കവറിയിൽ നമുക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ വാട്ടർ ആകുമ്പോൾ 40% നിന്ന് പിന്നെ ഉയർന്ന് ആ റിവറിൻ്റെ സാച്ചുറേഷൻ ഡിസോൾവ്ഡ് ഓക്സിജൻ ലെവലിലേക്ക് അത് മാറിയിട്ടുണ്ട്. വാട്ടർ നല്ല എക്സ്ട്രീംലി ക്ലിയർ ആൻഡ് ക്രിസ്റ്റൽ ആയിട്ടുണ്ട്. എല്ലാവിധ ലൈഫ് ഫോംസിനെ നിങ്ങൾക്ക് തിരിച്ച് കാണാം. ഇനി എന്താ, അട്രാക്റ്റീവ് അപ്പിയറൻസ് ആയിരിക്കും. അതുപോലെ തന്നെ DO മീൻസ് ഡിസോൾവ്ഡ് ഓക്സിജൻ വിൽ ബി ഹയർ ദാൻ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. BOD എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വരും ക്ലാസ്സുകളിലൊക്കെ നമുക്ക് നേരിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ഇനി ഇപ്പം ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സോൺ ഓഫ് ക്ലിയർ വാട്ടറിൽ ആണെങ്കിൽ കൂടെ തന്നെ നമുക്ക് ഒരു എന്താ പറയുക, നമുക്ക് എന്ത് ചെയ്താലും ചിലപ്പോൾ 100% പെർഫെക്ഷൻ വരണം എന്നില്ല. ഇപ്പോൾ ഹാർപ്പിക്കിൻ്റെ കാര്യം പറയുന്ന പോലെ 99.99% ബാക്ടീരിയസിനെ കൊല്ലുമ്പോൾ ആ മിച്ചമുള്ള കീടാണു ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും എല്ലാ സോൺ ഓഫ് ഡികമ്പോസിഷൻ, സോൺ ഓഫ് ഡിഗ്രഡേഷൻ, സോൺ ഓഫ് ആക്റ്റീവ് ഡികമ്പോസിഷൻ, സോൺ ഓഫ് റിക്കവറി ആൻഡ് സോൺ ഓഫ് ക്ലിയർ വാട്ടർ എല്ലാം കഴിഞ്ഞെങ്കിലും ഇച്ചിരി പാത്തജൻസ് എങ്കിലും ബാക്കി മിച്ചം കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. എനിവേ അത് ഒരു നെഗ്ലിജിബിൾ ആയിട്ട് നമുക്ക് കണക്കാക്കാം, വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. സോ അത് നമുക്ക് ഉണ്ടെന്നുള്ളത് അറിയാം, പക്ഷെ അത് വലിയ ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം ഇത്രയാണ് എന്താ റിവറിൻ്റെ ഡിസ്പോസലിനെ പറ്റി. അപ്പോൾ റിവർ ഡിസ്പോസലാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മൾ കൂടുതലും റിവറിലേക്ക് തന്നെയാണ് സീവേജ് എഫ്ലുവൻ്റ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞ് ഡിസ്പോസ് ചെയ്യുന്നത്. ഇനി അത് ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യാതെ നമ്മൾ ഡിസ്പോസ് ചെയ്യുമ്പോഴാണ് അവിടെ എല്ലാവിധ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയും അതുപോലെ നമുക്ക് കാണാം, ഇപ്പോൾ നമുക്ക് റീസെൻ്റ്ലി കാണാമല്ലോ അമീബിക് മസ്തിഷ്ക ജ്വരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത പ്രോപ്പർലി ട്രീറ്റ് ചെയ്യാത്ത നമ്മുടെ വേസ്റ്റുകളും ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസും ഒക്കെ നമ്മൾ ഈ സീയിലേക്കും റിവറിലേക്കും ലേക്സിലേക്കും ഒക്കെ ഡിസ്പോസ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവുന്നതാണ്. സോ എനിവേ നമുക്ക് എന്തായാലും അടുത്ത ഡിസ്പോസൽ ഓഫ് സീവേജ് എഫ്ലുവൻറ്റ് ഇൻ ലേക്സ് നോക്കാം. വളരെ കുറവായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേക്സിന് നമ്മുടെ റിവറിൻ്റെ അത്രയും വെലോസിറ്റി ഇല്ല. റിവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിവറിന് സ്വന്തമായിട്ടൊരു സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി റിവറിനുള്ളത് കൊണ്ട് തന്നെ റിവറിന് മറ്റുള്ള വാട്ടർ ബോഡീസിനെ അപേക്ഷിച്ച് കുറേ അധികം പ്രത്യേകതകളുണ്ട്. കുറേ അധികം അതിനെ തനിയെ പ്യൂരിഫൈ ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ ലേക്സിൻ്റെയും സീയുടെയും കാര്യത്തിൽ ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. ലേക്സിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാംഫുൾ വൈൽ കമ്പയറിങ് ടു ദ റിവേഴ്സ് ആൻഡ് ഓൾസോ യൂട്രോഫിക്കേഷൻ. യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ lakes get infected by algae and silts to become more shallow. അതായത് ആൽഗെ പച്ചപ്പായലും എല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്ത് അവിടെ ഈ ലേക്സിൻ്റെ ഡെപ്ത് കുറയ്ക്കുന്ന ഒരു പരിപാടിയാണ് ഈ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വേസ്റ്റും കൂടെ അതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഓർഗാനിക് മാറ്റർ ഉണ്ടാവും. ആ ഓർഗാനിക് മാറ്ററിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആൽഗെ, ഫംഗൈ തുടങ്ങിയ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ വരികയും അവിടെ കിടന്ന് അതങ്ങ് പെരുകി അവിടുത്തെ ലേക്സ് ചിലപ്പോൾ മൊത്തത്തോടെ അങ്ങ് നശിപ്പിക്കപ്പെട്ടേക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പൊതുവെ ഡിസ്പോസൽ ലേക്സിൽ ചെയ്യാറില്ല. ആൻഡ് നെക്സ്റ്റ് ഇസ് ഡിസ്പോസൽ ഓൺ ലാൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫാമിങ്ങിലും അഗ്രികൾച്ചർ ലാൻഡ്സിലേക്ക് വേണ്ടിയിട്ട് സീവേജ് ഫാമിംഗ് എന്നുള്ള രീതിയിലേക്ക് ഇപ്പം കാര്യങ്ങൾ എടുക്കാറുണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീവേജ് എഫ്ലുവൻറ്റിൽ കുറച്ച് ന്യൂട്രിയൻസും ഓർഗാനിക് കണ്ടൻസ് അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ്സിൻ്റെയും അതുപോലെ ക്രോപ്സിൻ്റെയും ഗ്രോത്തിലേക്ക്
അത് നമുക്ക് യൂസ് ചെയ്യാം. കാരണം അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ അത് അതിൻ്റെ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷെ അതിനെയും കുറച്ച് അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. സീവേജ് സിക്നസ്, അതായത് ഈ സീവേജ് വന്ന് അക്യുമുലേറ്റ് ചെയ്ത് സോയിലിലെ പോഴ്സ് മൊത്തത്തിൽ അങ്ങ് അടഞ്ഞു പോകും. ഓർഗാനിക് ന്യൂട്രിയൻസ് എല്ലാം വന്നിട്ട് മണ്ണിലെ സുഷിരങ്ങളെല്ലാം അടയുകയും ഓക്സിജൻ്റെ ലെവല് മണ്ണിൽ കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ മണ്ണിൽ അടങ്ങിയിട്ടുള്ള എർത്ത് വേംസ്, അതുപോലെ തന്നെ നമ്മളുടെ ക്രോപ്സിൻ്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ നല്ല ബാക്ടീരിയാസും ലൈഫ് ഫോംസും ഒക്കെ ഉണ്ട്. അതിനെയൊക്കെ ഈ ഓക്സിജൻ ലെവൽ കുറയുമ്പോൾ അതെല്ലാം ചത്തുപോകാൻ സാധ്യതയുള്ളത് കൊണ്ട് സീവേജ് സിക്നസ് എന്നുള്ള പരിപാടിയും അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വെൻ ദ സീവേജ് എഫ്ലുവൻറ്റ് ഇസ് ഡിസ്പോസ്ഡ് ഡയറക്ട്ലി ടു ദ ലാൻഡ് ഫോർ ഫാർമിംഗ് പ്രാക്ടീസസ്. ഓക്കെ, അപ്പം ഇത്രയാണ് മെയിനായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഈ ഒരു റെക്കോർഡ് ഡെമോ ക്ലാസ്സിൽ. അപ്പം ഇനി അങ്ങോട്ടുള്ള പോർഷൻസ്, അതായത് ഇതിന് മുന്നേ ഒരുപാട് പോർഷൻസ് ഉണ്ടായിരുന്നു, ഇത് പോർഷൻസിനോട് അനുബന്ധിച്ചുള്ള പോർഷൻ ഉണ്ട്, ഇതിന് ശേഷം കുറേ അധികം പോർഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. RRB JEE എന്ന ഒരു എക്സാമിന് വേണ്ടിയിട്ട് എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗിൽ നിന്നുള്ള എല്ലാവിധ ക്വസ്റ്റ്യൻസും ഷോർട്ടായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടെ ഇനിയുള്ള ക്ലാസ്സുകൾ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.